ഈ വിദ്യാലയങ്ങളിൽ നിന്ന് ബാക്ക് ബെഞ്ചേഴ്സ് എന്ന സങ്കല്പം തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ടല്ലോ. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ അതേക്കുറിച്ച് പറയുകയൊക്കെ ചെയ്തു. അതിനെക്കുറിച്ച് പല ചർച്ചകളും വന്നു. യു ഷേപ്പിൽ ക്ലാസ് മുറികൾ ചിട്ടപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ ഊർജിതമാണ്. പക്ഷേ കേരളത്തിലെ പോലെ ധാരാളം വിദ്യാർത്ഥികൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന ഒരു സംവിധാനത്തിൽ ഇത് എത്രത്തോളം സാധ്യമാണ്, ക്ലാസ് മുറിയുടെ വലിപ്പമൊക്കെ പരിഗണിക്കുമ്പോൾ എന്നുള്ള സംശയമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്നാലും ഈ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന സങ്കല്പം വേണ്ട എന്നുള്ള ആലോചന കൊള്ളാം. എന്നാൽ സർക്കാർ ഈ ആശയം കൊണ്ടുവരുന്നതിന് മുമ്പ് ഇത് നടപ്പാക്കിയ ഒരു സർക്കാർ എയ്ഡഡ് വിദ്യാലയമുണ്ട് തൃശ്ശൂർ ഈസ്റ്റ് മങ്ങാട്. RCC LP സ്കൂളാണിത്. സർക്കാരിന് ഒരുപടി മുന്നേ ഈ ആശയം നടപ്പാക്കിയ സൂപ്പർ സ്കൂളിനെ കുറിച്ചറിയാം ഇന്ന് സംഗതി സൂപ്പറിൽ. എരുമപ്പെട്ടി ഈസ്റ്റ് മങ്ങാട്ടെ RCC LP സ്കൂളിലെ ഓരോ ക്ലാസ് മുറികളും കയറി ഇറങ്ങി നോക്കി. ഒരിടത്തും ബാക്ക് ബെഞ്ച് കാണാനേ സാധിച്ചില്ല. കിൻഡർ ഗാർഡൻ മുതൽ 5ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ ക്ലാസ് മുറികളിൽ U ആകൃതിയിലേക്ക് മാറ്റി ക്രമീകരിച്ചിരിക്കുകയാണ്. ഈ അധ്യയന വർഷം മുതലാണ് U ഷേപ്പിലുള്ള ക്ലാസ് മുറികൾ നടപ്പാക്കിയത്. പരീക്ഷണം വിജയമായതോടെ ഇതേ രീതി തുടരാൻ സ്കൂൾ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു. ബോഡിക്ക് നോക്കാൻ പറ്റുന്നുണ്ട്, പിന്നെ ടീച്ചർ പറയണതിന് ഒരു തടസ്സമില്ല. ഞാൻ ബാക്കിലിരിക്കുമ്പോൾ മുമ്പിലത്തെ കുട്ടികളെ എഴുന്നേറ്റിരിക്കുമ്പോൾ എനിക്ക് കാണാണ്ടാവില്ല ബോർഡും എഴുതിയത്. ഇപ്പോൾ അത് കാണാനുണ്ട്. പിന്നെ ടീച്ചർ പറയുന്നതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. അധ്യാപകനായ ആൽബർട്ട് ക്രിസ്റ്റിനാണ് ആശയം മുന്നോട്ട് വെച്ചത്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയുടെ പ്രമേയത്തിൽ നിന്നാണ് ആൽബർട്ട് സാറിന് ബാക്ക് ബെഞ്ചുകളില്ലാത്ത ക്ലാസ് മുറി എന്ന ആശയം തോന്നിയത്. മാനേജ്മെന്റിനോടും മറ്റ് അധ്യാപകരോടും ഇത് പങ്കുവച്ചപ്പോൾ ലഭിച്ചത് പൂർണ്ണ പിന്തുണ. ഇതോടെ സ്കൂളിലെ ക്ലാസ് മുറികളിൽ ബെഞ്ചുകൾ U ഷേപ്പിൽ ക്രമീകരിച്ചു. അധ്യാപകർക്കൊപ്പം വിദ്യാർത്ഥികളും ഹാപ്പി. ക്ലാസ്സിൽ പിൻബെഞ്ചുകാരില്ല, എല്ലാവരും സമന്മാരാണ്. അങ്ങനെ ഒരു ധാരണ കൊച്ചു മനസ്സിൽ തന്നെ വരുമ്പോൾ അവർക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവും. പഠനത്തിലായാലും എല്ലാ ലെവലിലും എല്ലാ മേഖലയിലും. RCC സ്കൂളിൽ നടപ്പാക്കിയ മാതൃക ശ്രദ്ധിക്കപ്പെട്ടതോടെ മറ്റു ചില വിദ്യാലയങ്ങൾ കൂടി ഇതേ രീതി പിന്തുടർന്നു. തമിഴ്നാട് സർക്കാരും ഇതേ രീതിയിൽ സ്കൂളുകളിൽ മാറ്റം വരുത്തുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മറ്റുള്ളവരോ തരത്തിലിരുത്തുമ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ ബാക്കിലിരുന്ന് ചില കുസൃതികളൊക്കെ ഒപ്പിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയി അങ്ങനെ ഒരു ഇതുണ്ടാവും. പക്ഷെ ഇപ്പോൾ എങ്ങനെയാണ് ചില കുട്ടികൾ എല്ലാവരും നമ്മുടെ ആ ഒരു കൺവെട്ടത്തുണ്ട്. ന്യൂസ് മലയാളം, തൃശ്ശൂർ.